ഹായ് ഇത് പാർട്ട് 2 ഓഫ് ഹെന്ന ഹാംബർ മേക്കിംഗ് ആണ്. വെൽക്കം ടു ഇസാജ് ഹെന്ന. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഇന്നലെ നമ്മൾ ബേസും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ബൗൾ ഉണ്ടാക്കിയതും ഫ്രെയിമും അതിൻ്റെ ബാക്കിലുള്ള ഹാങ്ങിങ്സിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ ഫ്രെയിം ഉണ്ടാക്കിയത് ഞാൻ എഡിറ്റ് ചെയ്തിട്ട് അത് A3 സൈസിൽ പ്രിൻ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് 4x4 ഇഞ്ചിൽ പ്രിൻ്റ് ചെയ്തു. അതിൽ നിന്നാണ് കട്ട് ചെയ്തത്. അങ്ങനെ കട്ട് ചെയ്ത് ആ ഫ്രെയിം നമുക്ക് വാങ്ങാൻ കിട്ടും. ആ ഫ്രെയിമിൽ വെച്ചേക്കാണ്. പിന്നെ ബൗള് ഞാൻ ഗോൾഡൻ പെയിൻറ്റ് ചെയ്തെടുത്തു. അതിൻ്റെ വീഡിയോ എടുക്കാൻ ഞാൻ മിസ്സായി. ആൻഡ് ഈ ഗോൾഡൻ പെയിൻറ്റ് ചെയ്തെടുത്തതിൽ ഞാൻ ഇതുപോലെ ഒരു ലേസ് നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും. ക്രാഫ്റ്റ് ഷോപ്പിലൊക്കെ കിട്ടും. മെയിൻലി ഡ്രസ്സൊക്കെ ഡിസൈൻ ചെയ്യാൻ അത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ ലേസ് എൻ്റെ ഉള്ളതുകൊണ്ട് ആ ബൗൾ കുറച്ചും കൂടി ഡെക്കറേറ്റ് ആക്കാൻ ഞാൻ ഇതുപോലെ കറക്റ്റ് സൈസ് കട്ട് ചെയ്തിട്ട് നീളത്തിന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇനി വേറെ വല്ലിങ്ങനെ ചെറിയ ചെറിയ ബീഡ്സ് അതുപോലെ സ്റ്റോൺ മുത്തുകൾ ഉണ്ടാവില്ലേ, അതെല്ലാം ഉണ്ടെങ്കിൽ ഇതിൻ്റെ സൈഡിൽ കൂടെ ഒട്ടിച്ചു കൊടുത്താൽ ഇത് കുറച്ചും കൂടി ഭംഗിയാവും. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഐറ്റംസൊക്കെ വെച്ചിട്ട് നിങ്ങൾ ആ ബൗൾ ഡെക്കറേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ എൻ്റെ ലേസും അതുപോലെ തന്നെ ഫ്ലവേഴ്സ് എല്ലാം ഗോൾഡൻ ആണ്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ബൗളും ഗോൾഡൻ തീമിൽ ചെയ്തത്. അപ്പോൾ നമ്മൾ അതിൽ ഒട്ടിക്കേണ്ട ലേസ് ഐറ്റംസ് എല്ലാം ഗോൾഡൻ തന്നെയല്ലേ എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തണം. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രീനും ഗോൾഡനും ഒരു കോൺട്രാസ്റ്റ് നല്ല കളർ കോമ്പിനേഷനാണ്. അപ്പം നിങ്ങളുടെ കളർ കോമ്പിനേഷനും നല്ലതല്ലെങ്കിൽ നമ്മുടെ ഹോൾ ലുക്ക് മാറും. അതുപോലെ തന്നെ ഞാൻ ആ ബൗളിൻ്റെ സൈഡിൽ വേറൊരു ഗോൾഡൻ ലൈസ് ഒട്ടിച്ചു കൊടുത്തു. പിന്നെ ബാക്കിൽ കുറച്ച് ഹാങ്ങിങ്സ് ഇട്ടിട്ടുണ്ട്. ഹാങ്ങിങ്സ് ഞാൻ വാങ്ങിയതാണ്. അതിലേക്ക് ഗോൾഡൻ മുത്ത് ചേർത്തിട്ട് ഗോൾഡൻ വൈറ്റ് ഹാങ്ങിങ്സ് അല്ല ഇട്ടത്. അപ്പോൾ ഗോൾഡൻ കുറച്ച് നീളത്തിലും വൈറ്റ് കുറച്ച് പൊക്കത്തിലും ആയിട്ട് ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തു. എൻ്റെ ഈ ഹാമ്പർ ഫുൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഹാങ്ങിങ്സിൻ്റെ കാര്യം ഓർത്തത്. എന്നിട്ട് ഞാൻ ഫ്ലവർ വച്ചതിന് ശേഷമാണ് ഹാങ്ങിങ്സ് സെറ്റ് ചെയ്തത്. നിങ്ങൾ ആദ്യം തന്നെ ഹാങ്ങിങ്സ് സെറ്റ് ചെയ്തിട്ട് ഫ്ലവർ സെറ്റ് ചെയ്താൽ മതി. അതല്ലെങ്കിൽ നമുക്ക് കുറച്ച് ടാസ്ക്കാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഹാങ്ങിങ്സ് ഒരു നൂല് വെച്ച് കെട്ടിക്കൊടുത്തിട്ട് ഫ്ലവർ അതിൻ്റെ മേളിൽ ചുറ്റുകയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് പരിപാടി ചെയ്യാം. ഞാൻ അതുപോലെ തന്നെ 2 പ്രാക്ടീസ് കോണും വച്ചിട്ടുണ്ട്. അതാവുമ്പോൾ സ്റ്റേജിൽ ബ്രൈഡ് ഇരിക്കുമ്പോൾ മൈലാഞ്ചി ഇടുന്ന ഒരു ചടങ്ങുണ്ടല്ലോ, അപ്പോൾ ആ ചടങ്ങിൽ ഉപയോഗിക്കാമല്ലോ കോൺസ്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫ്രെയിമിൽ ഞാൻ ബ്രൈഡിൻ്റെ പേര് എഴുതിയിട്ടുണ്ട്, ഇസ്തിഫയുടെ മൈലാഞ്ചി എന്നുള്ളത്. ഇതെങ്ങനെയാണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ ബാക്ക്ഗ്രൗണ്ട് പിൻട്രസ്റ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് അതിൽ ക്യാൻവ വഴിയും ഇൻഷോട്ട് വഴിയൊക്കെ മലയാളം ഫോൺസ് യൂസ് ചെയ്യാൻ പറ്റും. ഇനി അത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ചുമ്മാ ഗൂഗിളിൽ മലയാളം ഫോൺസ് എന്ന് സെർച്ച് ചെയ്താൽ കുറേ വെബ്സൈറ്റ് കിട്ടും. അതിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള ഫോണ്ട് ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് ഇൻഷോട്ട് വഴിയൊക്കെ ആഡ് ചെയ്ത് ഇമ്പോർട്ട് ചെയ്ത് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇമ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. എന്നിട്ടത് ഞാൻ A3 ഷീറ്റിൽ പ്രിൻ്റ് എടുത്തു. A3 ഷീറ്റിൽ ഞാൻ അതിൻ്റെ സൈസ് കൊടുത്തത് 4x4 ആണ്. നിങ്ങൾക്ക് വലിയ സൈസ് ആണെങ്കിൽ വലിയത് സെറ്റ് ചെയ്യാം. പക്ഷേ ഈ ബേസിൽ വയ്ക്കാനായിട്ട് 4x4 ആയിരിക്കും കറക്റ്റ് സൈസ്. പിന്നെ ആ ഫ്രെയിമും നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങാൻ പറ്റും. നമ്മുടെ ഹോൾ ഹാമ്പർ ലുക്ക് ഇവിടെ കംപ്ലീറ്റ് ചെയ്തേക്കാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ ഹാമ്പേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ DM ചെയ്താൽ മതി. നമ്പർ നമ്മൾ താഴെ കൊടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കമൻസിൽ ചോദിക്കാം. ഞാൻ പറ്റുന്ന പോലെ റിപ്ലൈ തരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.